ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡ്രീം വീക്കാണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിനുമായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ സ്മൂത്ത് കുറവുണ്ടെന്നുള്ള പറയുന്നുണ്ട് ഓടിക്കുമ്പോൾ. മൈലേജിൻ്റെ കേസ് പറയുന്നുണ്ട്, വെട്ടൽ, ഓയിൽ ചെക്കപ്പ്, സൈഡ് സ്റ്റാൻഡ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നിലവിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 10-40 കിലോമീറ്ററൊക്കെ വേഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അത് നിലവിൽ ക്രാങ്കിൻ്റെ സൗണ്ട്, ഒരു മുഴക്ക സൗണ്ട് വന്നു തുടങ്ങിയതാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ വന്ന ഇന്നർ പാർട്സാണ്. തൽക്കാലം നമ്മളിപ്പോൾ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അത് അഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ചിലവ് വരും നമുക്ക്. അപ്പോൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ചെയ്താൽ മതി. കാരണം എന്തെങ്കിലും കംപ്ലയിൻസ് ആയിട്ട്, ഇപ്പോൾ ആരംഭമാണ്, കംപ്ലയിൻസ് ആയിട്ട് കാണിച്ചിട്ട് ചെയ്താലും മതി. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കമ്പനി ലൈൻഡറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ലൈൻഡറാണ്, ഉപയോഗിക്കാനുണ്ട്. കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഹബിനകത്ത് ആ ലൈൻഡർ വരുന്നിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ടയറും ഏകദേശം നമുക്ക് അടുത്തൊരു സർവീസ് വരെ ഉപയോഗിക്കാനുണ്ട്. ഇതതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ്, അതിനോട് ലെവലായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. വലിയ മഴയ്ക്കുമ്പോഴായിട്ടൊക്കെ അടുത്ത സർവീസായിട്ടുള്ളത് മാറ്റിയാലും മതി. പിന്നെ അതേപോലെ നമുക്ക് ചെയിൻ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്, ലൂസുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ സൗണ്ടിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓടിക്കുമ്പോൾ മുഴക്കം വന്നത് ക്രാങ്ക് സൗണ്ടാണ്, ക്രാങ്കിൻ്റെയാണ് സൗണ്ട്. അതായത് മെയിനായിട്ട് വരുന്ന എഞ്ചിൻ്റെ മെയിൻ പാർട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെയറിങ് പോയിട്ട്, കണക്ടർ റോഡിൻ്റെ ബെയറിങ് പോയിട്ടുള്ള സൗണ്ടാണ് കാണിച്ചു തുടങ്ങിയാണ്. അതെന്ന് പറഞ്ഞാൽ ആരംഭമാണ്. ഇനിയിപ്പോൾ കുറേ കൂടി ഓടാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അഴിച്ചാലും കുറച്ചുകൂടി ഓടിയിട്ട് അഴിച്ചാലും വരുന്ന ചിലവൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. പിന്നെ ബാറ്ററി നമുക്ക് ആമറോണിൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കണത്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് 12.28 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, ഇവിടെ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ക്ലിയർ ആയിട്ട് അടിക്കും. പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ ടൈം ലാഗ് വരും, സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അതാണ് ശരിക്കും ബാറ്ററിയുടെ പ്രത്യക്ഷത്തിൽ വരുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം കിട്ടാം. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്താൽ മതി. നിലവിൽ ചിലപ്പോൾ അത് കുറച്ച് ഓടിക്കാൻ കിട്ടും നമുക്കിപ്പോൾ, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാം, ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. ചില കേസുകളൊക്കെ സർവീസ് ചെയ്യുന്ന ടെസ്റ്റിൽ കംപ്ലൈൻറ്റ് കാണിച്ചാലും അങ്ങനെ ഓടുന്ന വണ്ടികളുണ്ട്. പിന്നെ ഇത് സ്കൂട്ടറിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചാലും നമുക്ക് കിക്കർ അടിച്ചാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ബാറ്ററി മാറ്റിയാൽ മതി. പക്ഷേ ടെസ്റ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ റിസൾട്ട് വന്നത് കംപ്ലയിൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം, വേറെ പറയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈലേജിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്ലഗിനകത്തൊക്കെ മൈലേജ് ഒരുപാട് ഷോർട്ടുള്ള വണ്ടികളുടെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ കറുത്ത് കരി പിടിച്ചിങ്ങനെ പൊടിയുന്ന രീതിയിലുള്ള കരിയൊക്കെ വരും. ഇത് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഒന്നും കാണിക്കുന്നൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ട്യൂണിങ്ങിൽ നടത്താം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓയിലിൻ്റെ കളറും കാര്യമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി ചെയ്തിട്ട്, പക്ഷേ അതിനിടയിൽ എങ്ങനെ പുറത്ത് എവിടെയെങ്കിലും മാറ്റേണ്ടോ നോക്കാം. ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് ചെയ്തു പോകുന്ന വണ്ടികളുടെ എഞ്ചിൻ ഓയിലിൻ്റെ കളർ അങ്ങനെ കാര്യമായിട്ട് വേരിയേഷൻ വരില്ല. അതുകൊണ്ട് തന്നെ 100% നമുക്ക് കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ, എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ കിലോമീറ്റർ 3000 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കണ്ട, മാറ്റി പുതിയത് ഒഴിക്കണമായിരിക്കും നല്ലത്. പിന്നെ അതിന് ശേഷം നമുക്ക് വീലും കൂടി അഴിച്ച് അതിൻ്റെ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരാനുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി വിളിക്കാം. ഓക്കെ.